അതായത് ഞങ്ങളുടെ മാത്രമായിട്ട് ഫെസ്റ്റ് ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവൽ കേരളത്തിൽ നടത്തുന്നത് ഞാനാണ്. 2018 കേരളത്തില് ജാക്ക് ഫ്രൂട്ടിനെ ഒഫീഷ്യൽ ഫ്രൂട്ടായിട്ട് അംഗീകരിക്കുന്നത്. അതുപോലുള്ള ഒരു സംഘടനയാണ് ഞാൻ. അതുപോലെ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ എറണാകുളത്ത് നിങ്ങളുടെ ഫെസ്റ്റിവൽ ഉണ്ടായി? പരിസരത്ത് തെക്കൻ ജില്ലകളാണ് കൂടുതൽ ചെയ്യുന്നത്. എറണാകുളത്തും പല സമയത്ത് നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ജാക്ക് ഫ്രൂട്ട് ഫെസ്റ്റിവൽ ഞാൻ കേട്ടിട്ടുണ്ട്. കൊല്ലത്ത് വരുമ്പോ അത് ഞാനാണ് തെക്കോട്ടാണ് ചെയ്യുന്നത്. പത്തനംതിട്ട, കൊല്ലം ഭാഗത്തൊക്കെ. ഇതെന്താ ജാക്ക് ഫ്രൂട്ട്? ഇതാണ് ചക്ക സ്ക്വാഷ്. ഇത് നമ്മൾ 2 സ്പൂണ് 1 ഗ്ലാസ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ സ്ക്വാഷ് ആയിട്ട് ഉപയോഗിക്കാം. ചക്ക ഷെയ്ക്ക് ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, അതുപോലെ പായസം ഉണ്ടാക്കാം. പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാൻ ടേസ്റ്റ് കിട്ടും. ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ചക്ക വരട്ടിയത്. ഇത് എത്ര റേറ്റ് വരുന്നത്? 180. ഇത് ചക്കയുടെ വരട്ടി എന്ന് പറയും. ഇത് അമ്മമാരോടൊക്കെ ചോദിച്ചാൽ ഹൽവ കണക്ക് ഹൽവ പോലെ ഇങ്ങനെ വരട്ടി മമ്മി മമ്മി ബനാക്കിലേക്ക് ദിയാ തനാ ഹമാരെ ലിയേ. ഇത് നെയ്യും ചക്കയും മാത്രം നല്ലോണം ഹൽവ കണക്കിട്ട് ഇളക്കി പലഹാരം ഉണ്ടാക്കാം. മമ്മി വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കും. മമ്മിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറിയാം. ഇത് ചക്കയുടെ പുട്ടുപൊടിയായത്. ഇത് 4 കുത്തിപ്പുട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മുമ്പ് നനച്ചു വെക്കണം. നമ്മള് വെറുതെ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ തേങ്ങ മാത്രമേ. ഇത് പുട്ടുപൊടി സാധാ പുട്ടുണ്ടാക്കിയാൽ മതി. ഇതെന്താണ്? ചക്കയുടെ പൊടിയായത്. ഈ ചക്കപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫുഡും നമ്മുടെ എന്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ അതിലൊക്കെ ചേർക്കാം. അതായത് ദോശ, ഇഡ്ഡലി, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, നമ്മൾ ആ മാവിന്റെ അകത്തേക്ക് ഇത് കുറച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റ് വെറൈറ്റി കിട്ടുന്നത്. ഗുണം കൂടുതലാണ്. ചക്ക ഒരുപാട് ഔഷധ ഗുണമുള്ളതല്ലേ. ഇതിരിക്കുന്ന പച്ച ചക്കയാണ്. പച്ചച്ചക്ക അതാ വെളുത്തിരിക്കുന്നത്, വൈറ്റ് കളറാണ്ടാവും. പാലിൽ മിക്സ് ചെയ്ത് കുറുക്കണം പോലെ കഴിക്കാം. വെള്ളത്തിൽ അങ്ങനെ കഴിക്കാൻ പറ്റും. അങ്ങനെ കഴിക്കാൻ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാം. ടേസ്റ്റും മണോ ഒക്കെ ചക്കന്റെ ഒരു മണോ ടേസ്റ്റ്. അത് മാത്രമല്ല ഇതിലൊരു ഗുണങ്ങൾ കൂടുതൽ. ഷുഗറുകാർ കഴിക്കാൻ നല്ലതാണ്. അവരുടെ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരുപാട് ഇതുള്ളതാണ്. ചക്കയ്ക്കകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്. സൂപ്പർ. ഇത് നമുക്ക് ഷോപ്പിലൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇത് കഴിവതും കിട്ടാൻ ചാൻസ് കുറവാണ്. അതാ ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ അതിന്റെയൊക്കെ കിട്ടാൻ ഇതൊക്കെ പിന്നെ നമുക്ക് ഇത് കിട്ടും. ഇത് ലുലുലൊക്കെ ചെന്നാൽ കിട്ടും. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലൈഫ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതിപ്പോ ഇതിപ്പോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരാം. ഞാൻ ഇതിന്റെ താഴെ ആഡ് ചെയ്യാം. അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ വിളിക്കില്ല. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നല്ലതല്ലേ, കുഞ്ഞുങ്ങൾക്കൊക്കെ, ചെറിയ മക്കൾക്കൊക്കെ. എന്റെ വീട്ടിൽ 2 ചെറിയ മക്കളുണ്ട്. അനിയത്തിക്ക് ഒന്ന് പ്രഗ്നന്റ് ആണ് ഇപ്പൊ ആള്. പിന്നെ അല്ലാതെ 2 കുഞ്ഞു മക്കളുണ്ട്. അല്ലാതെ തന്നെ കലക്കി കൊടുക്കാനായിട്ട് നല്ലതാണ്. മീൻസ് നല്ല ഗുണമുള്ള സാധനം. ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 200. എത്രയുണ്ടാവും ഇത്? 250 ഗ്രാം 200 രൂപ. അടിപൊളി. നല്ല പൗഡർ ആണ്. അതേ വൈറ്റ് കളറാണ്ടോ? ഇതാണ് പൗഡറിന്റെ കളർ. ഞാൻ നല്ല പ്രൊഡക്റ്റാ. ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്ത് അവർ അയച്ചു കൊടുക്കത്തില്ലേ കൊറിയർ വഴി. എന്നിട്ട് മാങ്ങാ പായസം ഉണ്ടാക്കും. ഇതെന്താ? ഇത് ഉണ്ണിയപ്പം അല്ലേ? എനിക്കൊന്ന് ഈവനിങ് കുറച്ചുകൂടി ഇവിടെ അല്ല ആൾക്കാർ വരുന്നു, തിരക്ക് വരുന്നു. ഞങ്ങൾ ഈവനിങ് തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെച്ചെങ്കിൽ ഇപ്പൊ വന്നേക്കാം. ഇതെന്താ പ്രഥമൻ ഉണ്ടാക്കിയതാണ്? അടയും. ഓക്കെ. ഞാൻ 2-3 പ്രാവശ്യം ദിവസം വിചാരിക്കുന്ന ഇവിടെ വരണം. മാങ്ങാറ ഫെസ്റ്റിവൽ എന്ന് കറന്നത് കൊണ്ട് 15-ാം തീയതി മുതൽ അല്ലേ? അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. 15-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒബ്രോമാളിനകത്ത് ഇത് കണക്ക് എല്ലാ ഐറ്റം പ്രൊഡക്റ്റും ഉണ്ട്. 100 വെറൈറ്റി. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ അവിടെ വരാം. ഈ മാങ്ങ തീർന്നിട്ട് വരാം. നല്ല ചൂടുണ്ട് നല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചക്കയുടെ നല്ല ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ചൂടുണ്ട്. വാ പൊള്ളാതിരുന്ന തൊമ്പുരാന്. ചക്കയുടെ ഫ്ലേവർ നന്നായിട്ട് അറിയുന്നുണ്ട്. ആഡ് ചെയ്യും അരച്ചിട്ട് ഡയറക്റ്റ് ആഡ്. അല്ലാതെ പ്രിസർവേറ്റീവ് ചെയ്ത ചക്കയല്ല, ഡയറക്റ്റ് ചെയ്യാനല്ലേ. എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിലായിരിക്കും അമ്മമാർക്ക് ഇങ്ങനെ പരിശോധിക്കാവുന്നില്ല. അടപ്രഥമനൊക്കെ ഉണ്ടാകും വെറൈറ്റി ചക്കയുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടേ
கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே வழி துணையே நீயே. கண்டேன் கண்டேன் என்னுடையவளை, தந்தேன் தந்தேன் மிச்ச உயிரை. கண்டேன் கண்டேன் என்னுடையவனை, தந்தேன் தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை, கற்று தந்த காதல் வழி விட்டு போனதே. ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை. ഹായ്, അപ്പോൾ നമ്മൾ ചക്ക ഫെസ്റ്റിവലും മാംഗോ ഫെസ്റ്റിവലും എല്ലാം കണ്ട് കൈ നിറയെ മാങ്ങയും വാങ്ങിച്ചതേ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മാങ്ങയൊക്കെ ഞാൻ കഴിച്ചു നോക്കി, ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വോയിസും ബാക്കിലുള്ള ലിപ്പും തമ്മിൽ തീരെ മാച്ച് ആവുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിത് റെക്കോർഡ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ വോയിസ് എനിക്ക് ഗാലറി വന്നില്ല. എന്താ വരാഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. എഡിറ്റ് ചെയ്യാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ വോയിസ് റെക്കോർഡായിട്ടില്ല, ലിപ്പ് മാത്രമേ അനങ്ങുന്നുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കുറച്ച് ലെങ്തി, അതിൽ കുറേ ഡീറ്റെയിലിംഗ് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഞാൻ മറന്നുപോയി. ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നൈസായിട്ടൊരു സൈൻ ഓഫ് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ സൈൻ ഓഫ് വീഡിയോയും കൂടി ചേർത്തിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. 15th വരെ ഒബ്രോൺ മാളിൽ ഇതിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് മാംഗോയുടെ. അവിടെ 100 വെറൈറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി കാണുക, വാങ്ങുക. സാധനങ്ങൾ നല്ലതാണ്. പിന്നെ ചക്കേൻ്റെ കുറേ സാധനങ്ങൾ എനിക്കൊരു ചേട്ടൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ചേട്ടൻ എൻ്റെ മെയിൻ ആളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനങ്ങളൊക്കെ കിട്ടും. നല്ല പ്രൊഡക്റ്റാണ്, ഹെൽത്തി പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്ത് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇനി ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷേ എനിക്ക് എല്ലാവരുടെയും ലൈക്കും സപ്പോർട്ടും വേണം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.